ഇന്ന് ഒത്തിരി സന്തോഷം നിറഞ്ഞ ദിവസമാണ്. നമ്മുടെ ഉണ്ണിക്കുട്ടന്റെ ബർത്ത്ഡേ ആണ്. അപ്പൊ അതിന് കുഞ്ഞൊരു വ്ലോഗായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. ബർത്ത്ഡേ പറഞ്ഞാൽ കേക്കല്ലേ ആദ്യം ഓടിയെത്താ. നമ്മുടെ ഉണ്ണിക്കുട്ടന്റെ ബർത്ത്ഡേക്ക് ഞാൻ തന്നെയാണ് കേട്ടോ കേക്ക് ഉണ്ടാക്കുന്നത്. കേക്കിന്റെ സ്പഞ്ച് തലേ ദിവസം തന്നെ ഉണ്ടാക്കിയിട്ട് രാത്രി ഡെക്കറേഷനും എല്ലാം ചെയ്തു. ബർത്ത്ഡേ ദിവസം കാലത്ത് അമ്മമ്മ വന്നിട്ടുണ്ടായിരുന്നേ. അമ്മമ്മയുടെ ഗിഫ്റ്റ് ഊഞ്ഞാലാന്ന് ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് മേടിക്കാൻ വേണ്ടിയിട്ട് നമ്മള് കോതർശിയുള്ള സെറ്റി മാളിലോട്ട് വന്നതായിരുന്നു. ഇന്നത്തെ ദിവസം പണിയൊഴിഞ്ഞ നേരം ഉണ്ടായിരുന്നില്ല. ഒന്ന് കഴിയുമ്പോൾ ഒന്നായിട്ടായിരുന്നു. നമ്മൾ വീട്ടിൽ തന്നെയാണ് കേട്ടോ ഫുഡ് ഉണ്ടാക്കുക. അപ്പൊ ബാക്കിൽ അടിച്ചുവാരി വൃത്തിയാക്കലായിരുന്നു. ഉണ്ണിക്കുട്ടന്റെ ബർത്ത്ഡേ വൈകുന്നേരമാണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഉച്ച നേരത്താണ് ഈ പണിയെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നോക്കുമ്പോൾ നമ്മുടെ തൊട്ടടുത്തുള്ള പേരക്ക മരത്തിൽ പേരക്ക ഉണ്ടായിരുന്നേ. അത് പൊട്ടിക്കാനൊരു തന്ത്രപ്പാടായിരുന്നു. നെയ്യിന്റെ ആവശ്യം ഉണ്ടായിരുന്നേ. അപ്പൊ നമ്മൾ പാല് വീട്ടിൽ മേടിക്കുന്നുണ്ടായിരുന്നു. ആ പാലിന്റെ പാട മാറ്റി വെച്ചത് മിക്സിയിലിട്ട് അടിച്ച് വെണ്ണയാക്കി ഇനി ഉരുക്കിയിട്ട് നെയ്യ് മാറ്റിയെടുക്കാനുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു സമയത്ത് ഏട്ടനും ഉണ്ണിക്കുട്ടനും കൂടെ ഡെക്കറേഷനുള്ള ബലൂൺ തൂക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പൊ എന്റെ പണി കഴിഞ്ഞപ്പോൾ ഇവരെന്തൊക്കെയാ ചെയ്യുന്നത് നോക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് വന്ന് നോക്കിയതായിരുന്നേ. എല്ലാ പ്രാവശ്യവും ഇതുപോലെ ബലൂണൊക്കെ കെട്ടി ഒരു ചെറിയൊരു ഡെക്കർ നമ്മളെ കൊണ്ട് കഴിയാവുന്ന രീതിയിൽ ചെയ്യാറുണ്ട് കേട്ടോ. അത് അവനും ഭയങ്കര ഇഷ്ടമായിരുന്നു. നമ്മൾ ഡെക്കറേഷൻ കഴിഞ്ഞിട്ട് ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് വരുന്നത്. പിന്നെ ഒരു 4 മണിയായപ്പോൾ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാന്ന് കരുതി ബിരിയാണി ഉണ്ടാക്കുന്നത്. അപ്പൊ ഏട്ടൻ തന്നെയാണ് കുക്ക് ചെയ്യുന്നത്. നമ്മൾ ഈ സവാള ഉള്ളി കാര്യങ്ങളിലൊക്കെ തോല് കളയുക, ചിക്കൻ കഴുകി വയ്ക്കുക, അങ്ങനത്തെ ഒക്കെ പരിപാടി ചെയ്താൽ മതി. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഏട്ടനാണ് കേട്ടോ ചെയ്യുന്നത്. ഏട്ടനൊരു അടിപൊളി ഷെഫും കൂടിയാണ് കേട്ടോ. സ്പെഷ്യൽ ഫുഡുള്ള ദിവസം ഏട്ടൻ ഉണ്ടാക്കി തരാറുണ്ട്. ഏട്ടൻ്റെ ഫുഡ് കഴിക്കാൻ ഭയങ്കര ഒരു പ്രത്യേക ഇഷ്ടം കൂടിയാണ് കേട്ടോ. ഉള്ളി വറുത്ത് കോരുക, അണ്ടിപ്പരിപ്പും കാര്യങ്ങളൊക്കെ വറുത്ത് കോരുക, ആ ഒരു കാര്യത്തിന് ഏട്ടൻ തന്നു വിട്ടതായിരുന്നു കേട്ടോ. ഇത് കഴിഞ്ഞാൽ ഈ ഒരു ഓയിലിലാണ് നമ്മൾ ബാക്കി കുക്ക് ചെയ്യുന്നത്. അപ്പോൾ എന്നോട് ഇതൊക്കെ ചെയ്യാൻ പറഞ്ഞപ്പോൾ ഇതൊക്കെ നമ്മൾ വറുത്ത് കോരി കൊടുക്കുകയായിരുന്നേ. ഉള്ളി ചെറുതായി അരിഞ്ഞിട്ട് അതൊരു പുളിറുമ്പിൻ്റെ കളർ പോലെ ആകുമ്പോഴേക്കും നമ്മൾ വറുത്ത് കോരണം കേട്ടോ. അതാണ് അതിൻ്റെ പാകം എന്നാണ് എപ്പോഴും പറയാറ്. അപ്പോൾ അത് കുറച്ച് നേരം നിന്നിട്ട് തന്നെ വറുത്ത് കോരിയെടുത്തേ. പണി തുടങ്ങിയപ്പോൾ പിന്നെ ഒരു ജഗ പുകയായിരുന്നു കേട്ടോ. അമ്മമാരും എല്ലാവരും കൂടെ നിന്ന് ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ചായ സമയം ഒക്കെ ആയിരുന്നേ. കുറച്ച് നേരത്തെ ഒരു അറേഞ്ച്മെന്റ്സ് കഴിഞ്ഞാൽ പിന്നെ ഏട്ടൻ തന്നെയാണ് കേട്ടോ കുക്ക് ചെയ്യുക. നമ്മൾക്ക് ഈ ഉള്ളി ചതയ്ക്കാനും മുളക് ചതയ്ക്കാനും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ പിന്നാമ്പുറത്താണ് കുക്ക് ചെയ്യുന്നതെന്ന്. പിന്നെ ഞാൻ അറിയുന്നത് നമ്മൾ ഫ്രണ്ടിൽ വെച്ചിട്ട് തന്നെയാണ് കുക്ക് ചെയ്യുന്നത്. നമുക്കിങ്ങനെ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഗ്യാസ് സ്റ്റവ് ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഗ്യാസ് സിലിണ്ടർ അതിൽ കണക്ട് ചെയ്തിട്ട് അങ്ങനെയാണ് കേട്ടോ കുക്ക് ചെയ്യുന്നത്. കുക്ക് ചെയ്യുന്നത് നോക്കിയിട്ട് ഉണ്ണിക്കുട്ടനും മേമയും ഒക്കെ കൂടെ ഉണ്ടായിരുന്നേ. ഏട്ടൻ കുക്ക് ചെയ്യുമ്പോൾ ഞാൻ ഹെൽപ്പറായിട്ട് ഏട്ടൻ്റെ കൂടെ വെള്ളം എടുത്ത് കൊടുക്കാനും കറിവേപ്പില പൊട്ടിച്ച് കൊടുക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുക്ക് ചെയ്യുന്നത് കണ്ടിട്ട് അച്ഛനും അമ്മയും എല്ലാവരും കൂടെ ഇരുന്നത് ഞങ്ങൾ വർത്താനം പറയുമായിരുന്നു കേട്ടോ. നമ്മുടെ വീട്ടിൽ ഗസ്റ്റ് വരിക എന്നൊക്കെ പറയുമ്പോൾ എപ്പോഴും ഇതുപോലത്തെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ. എൻ്റെ മുന്നത്തെ വ്ളോഗ് കാണുന്നവർക്ക് മനസ്സിലാവേ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇന്ന് ചിക്കൻ ബിരിയാണിയാണെന്ന്. അത് ദമ്മിട്ട ചിക്കൻ ബിരിയാണി ആട്ടോ ഉണ്ടാക്കുന്നത്, വറുത്ത് കോരുന്നതല്ല. പക്ഷെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ചിക്കൻ ബിരിയാണി. ഞാൻ ഏട്ടൻ്റെ ചിക്കൻ ബിരിയാണിയിൽ ബിഗ് ഫാനാണ് കേട്ടോ. കടയിൽ പോയാൽ പോലും എനിക്ക് ഈ ഒരു ടേസ്റ്റിൽ കഴിക്കാനേ പറ്റാറില്ല. അങ്ങനെ ആദ്യം നമ്മൾ ചിക്കൻ കറിയാണ് കേട്ടോ ഉണ്ടാക്കി കഴിഞ്ഞത്. പിന്നെ അതിന് ശേഷമാണ് നമ്മൾ റൈസ് ഉണ്ടാക്കിയിട്ട് ദമ്മിട്ട് അടച്ചു വെക്കുക. നമ്മുടെ അടുക്കള ഉമ്മർത്തന്നെ ആയതുകൊണ്ടേ നമുക്ക് ഈ ജനവാളിൻ്റെ ഉള്ളിൽ കൂടെ ഓരോ സ്പൂണോ കയ്യിലോ എന്താണെന്ന് നമുക്ക് എടുക്കാം കേട്ടോ. അതാണ് ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. നേരത്തെ നെയ്യ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞില്ലേ, അത് ചെറുതായിട്ട് അതിലൊരു കരടും പൊടിയൊക്കെ ഉണ്ടാവേ. അത് പെടാതെ അരിപ്പെടുത്ത് അരിച്ചൊടിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അതിന് അടുത്ത് റൈസ് ഉണ്ടാക്കുകയാണ്. കറി ഉണ്ടാക്കൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ. ഇപ്പൊ മനസ്സിലായില്ലേ ഹെൽപ്പറിന്റെ ജോലികൾ എന്താണെന്ന്? ചെറുനാരങ്ങ പിരിയുക, ഉപ്പെടുത്ത് കൊടുക്കുക, അങ്ങനെ അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ നെയ്യിലേക്ക് സ്പൈസസ് എല്ലാം ഇട്ടിട്ടുള്ള റെഡിയായി. പിന്നെ ഞാൻ പിന്നത്തെ വീഡിയോസ് റൈസ് ഇടുന്നൊന്നും എടുത്തില്ല. പിന്നെ ദമ്മിട്ടിട്ട് നമ്മൾ വെയിറ്റിന് വേണ്ടിയിട്ട് വെള്ളം അമ്മിക്കോഴിയും കയറ്റി വെക്കുകയാണ് ചെയ്തത് കേട്ടോ. ഉണ്ണിക്കുട്ടൻ റെഡിയായി. ഉണ്ണിക്കുട്ടൻ്റെ ഫ്രണ്ട് വന്നിട്ടുണ്ട്, നമ്മുടെ ആദ്യം വന്നിട്ടുണ്ട്, എല്ലാവരും വന്നേ. പിന്നെ കേക്ക് കട്ടയറായപ്പോൾ ഞാൻ കേക്ക് എടുത്തു കൊണ്ടുപോകാൻ കേട്ടോ. ഇപ്രാവശ്യം മുകളിലാണ് നമ്മൾ ഡെക്കറേഷൻ ചെയ്തതും കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ റെഡ് വെൽവെറ്റ് കേക്കാണ്. പക്ഷേ അതിൽ ചെറുതായിട്ട് വെള്ളം ലീക്കായിട്ടുണ്ടായിരുന്നു കേട്ടോ. വെള്ളം ലീക്കായെന്ന് പറഞ്ഞാൽ നമ്മൾ സ്പഞ്ച് സോക്ക് ചെയ്തതെന്ന് കുറച്ച് വെള്ളം ഇങ്ങനെ ഒഴുകിപ്പോയതാണ് കേട്ടോ. ഉണ്ണിക്കുട്ടൻ്റെ എപ്പോഴത്തെയും വിഷമാണ് കേട്ടോ. കേക്കിൽ പേര് എഴുതില്ല, സ്റ്റിക്കർ ഒട്ടിക്കില്ല എന്നൊക്കെ ഉള്ളത്. അത് ഇപ്രാവശ്യമാണ് ഞാൻ തീർത്തു കൊടുത്തു. ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഞാൻ പേരൊക്കെ എഴുതി കൊടുത്തത്. അത് അത്രയും ഇങ്ങനെ പെർഫെക്റ്റ് അല്ലെങ്കിലും തെറ്റില്ലാത്ത രീതിയിൽ എഴുതാൻ കഴിഞ്ഞു. പിന്നെ സ്റ്റിക്കർ കാറിൻ്റെ മേടിച്ച് അതൊക്കെ നമ്മൾ ആ റെഡ് വെൽവെറ്റ് കേക്കിൽ ചുറ്റും ഒട്ടിച്ചു കൊടുത്തു. എന്തായാലും നമ്മുടെ ഉണ്ണിക്കുട്ടൻ ഇപ്രാവശ്യം ഭയങ്കരമായിട്ട് ഹാപ്പിയായേ.
ഈ ഫ്രണ്ടിൽ നിൽക്കുന്ന റാണി ചേച്ചിയാണ് കേട്ടോ ലാബിലുള്ള, പിന്നെ ഏട്ടൻ്റെ ഫ്രണ്ട്സ്, പിന്നെ അങ്ങനെ കുറച്ച് പേരായിട്ട് നമ്മുടെ വീട്ടിൽ ഈ ഒരു കുഞ്ഞു ഫംഗ്ഷന് കൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉണ്ണിയുടെ ഫ്രണ്ട്സ്, പിന്നെ മാമി അവളുടെ, അങ്ങനെ കുറച്ച് ഒരു കുഞ്ഞി സെലിബ്രേഷനാണ് കേട്ടോ ഞങ്ങളുടെ ഉണ്ടായിരുന്നത്. കുഞ്ഞൊരു ക്യാപ്പും വെച്ച് കേക്ക് കട്ട് ചെയ്യാനുള്ള എല്ലാ തയ്യാറെടുപ്പും ഉണ്ടായിരുന്നേ. അങ്ങനെ നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങളൊക്കെ വിളിച്ച് കേക്ക് കട്ട് ചെയ്യണേ. ഒരു 7:30 നേരത്താണ് നമ്മൾ കേക്ക് കട്ട് ചെയ്യുന്നത്. ഈ ഒരു 7:30 നേരത്താണ് ഉണ്ണിക്കുട്ടൻ ഒരു 8 വർഷം മുന്നേ ജനിച്ചതും. ഏട്ടന് ഈ ഒരു സമയത്ത് കേക്ക് കട്ട് ചെയ്യാന്ന് അത് അത്രയൊരു പ്രഷ്യസ് ആയ ടൈമാണെന്നാണ് ഏട്ടൻ പറയാറ്. അങ്ങനെ നമ്മുടെ ഉണ്ണിക്കുട്ടന്റെ ബർത്ത്ഡേ കേക്ക് കട്ടിങ്ങും അങ്ങനെ കഴിഞ്ഞിട്ടാണ് സന്തോഷമായിട്ട് കേക്ക് കട്ടിങ് കഴിഞ്ഞു. 8ാമത്തെ ബർത്ത്ഡേ സെലിബ്രേഷൻ ആണ് കേട്ടോ നമ്മുടെ ഉണ്ണിക്കുട്ടന്റെ. ഇങ്ങനെ എനിക്ക് ആലോചിക്കുമ്പോൾ തോന്നുന്നു ഇത്ര പെട്ടെന്ന് 8 വയസ്സായത് തന്നെ ഇങ്ങനെ ആലോചിക്കായിരുന്നു. ഏട്ടനൊരു കാര്യമുണ്ട് കേട്ടോ, പിറന്നാൾ വരുമ്പോൾ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യില്ല, ഉണ്ണി ജനിച്ച ആ ഒരു ദിവസം തന്നെ സെലിബ്രേറ്റ് ചെയ്യണം. ആ ഒരു സമയവും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ തോന്നാറ്. ഇപ്രാവശ്യം എന്തായാലും ഞങ്ങളൊരു 7:30 ആ സമയത്ത് തന്നെയാണ് കേട്ടോ കട്ട് ചെയ്തത്. പിന്നെ കേക്ക് കട്ടിങ് എല്ലാവർക്കും കട്ട് ചെയ്ത് കൊടുക്കലും പിള്ളേര് അൺബോക്സ് ചെയ്യലും കാര്യങ്ങളായിരുന്നു. പിന്നെ നമ്മുടെ ബിരിയാണിയുടെ ദമ്മ് പൊട്ടിച്ചപ്പോൾ നല്ല അടിപൊളി ലുക്കുള്ള ബിരിയാണി ആയിരുന്നേ. അതിനുശേഷം എല്ലാവർക്കും ഫുഡ് കൊടുക്കലായിരുന്നു. എന്തായാലും എല്ലാവരും ഭക്ഷണം കഴിച്ച് നല്ലൊരു അഭിപ്രായം പറഞ്ഞതിൽ സന്തോഷമായി. ഏട്ടനാണ് കേട്ടോ ഫുഡ് ഉണ്ടാക്കി, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. ശീലേട്ടൻ്റെ ഉണ്ണി റായാൻകുട്ടൻ നല്ല ഉറക്കമായിരുന്നു വന്നപ്പോൾ കേട്ടോ, പിന്നെയാണ് എഴുന്നേറ്റത്. പിന്നെ നേരത്തെ നമ്മൾ പർച്ചേസിങ്ങിന് പോയി ഒരു ഊഞ്ഞാൽ, അത് ഇതായിരുന്നു കേട്ടോ അമ്മമ്മയുടെ ഗിഫ്റ്റ് ഉണ്ടായിരുന്നത്. പിന്നെ കുറച്ച് പണിയൊക്കെ കഴിഞ്ഞ് നമ്മൾ രാത്രി കിടക്കാറായപ്പോഴേക്കും ഒരു നേരം ആയിട്ടുണ്ടായിരുന്നു, 10-11:30. നമ്മുടെ ഫംഗ്ഷനൊക്കെ അടിപൊളിയായിട്ട് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഈ ഞങ്ങൾ ഉറങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഒരു വൈൻഡപ്പ് വീഡിയോ എടുത്തത് മാത്രം. അത് ഉണ്ണിക്കുട്ടൻ ഇവിടെ ഇങ്ങനെ ക്രയോൺസ് കൊണ്ട് ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു നല്ലൊരു വീഡിയോ കിട്ടുന്നത്